स्वरूप हूँ। I am peaceful soul. Om Shanti ഓം ശാന്തി. 17/7/2024 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഈ ശരീരത്തെ കാണരുത്, ആത്മാവിനെ കാണൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിക്കൂ. ഈ അവസ്ഥ നേടണം. ഇത് തന്നെയാണ് ഉയർന്ന ലക്ഷ്യം. ചോദ്യം: നിങ്ങൾ കുട്ടികൾ അച്ഛനോടൊപ്പം മുകളിൽ, അതായത് വീട്ടിലേക്ക് എപ്പോൾ പോകും? ഉത്തരം: എപ്പോഴാണോ അപവിത്രതയുടെ അളവ് അംശം പോലും ഇല്ലാതാകുന്നത്. ബാബ പവിത്രമാണ്. അതുപോലെ നിങ്ങൾ കുട്ടികളും പവിത്രമായി മാറുമ്പോൾ മുകളിലേക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ സന്മുഖത്താണ്. ജ്ഞാനസാഗരനിൽ നിന്നും ജ്ഞാനം കേട്ട് കേട്ട് നിങ്ങൾ പുഷ്പമായി മാറും. ബാബയെ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ കാലിയാക്കും. പിന്നീട് ബാബയും സംതൃപ്തനാകും. ശേഷം നിങ്ങൾ കുട്ടികൾ ശാന്തിധാമത്തിലേക്ക് പോകും. അവിടെ ജ്ഞാനം നൽകുന്നത് അവസാനിക്കും. എല്ലാം നൽകിക്കഴിഞ്ഞാൽ പിന്നെ ബാബയുടെ പാർട്ട് ശാന്തിയിലിരിക്കുക എന്നതാണ്. ഓം ശാന്തി. आत्मा शक्ति स्वरूप हूँ। I am powerful soul. Om Shanti Om Shanti ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഓർമ്മിക്കുന്നതിനുള്ള പരിശ്രമവും ജ്ഞാനത്തിന്റെ ധാരണയും ചെയ്ത് കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ജ്ഞാനസാഗരനിലെ സമ്പൂർണ്ണ ജ്ഞാനം സ്വയത്തിൽ ധാരണ ചെയ്യണം. 2. ആത്മാവിൽ പതിഞ്ഞ അഴുക്കിനെ ഇല്ലാതാക്കി സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. അപവിത്രത അംശം പോലും ഉണ്ടാകരുത്. നമ്മൾ ആത്മാക്കൾ സഹോദര സഹോദരങ്ങളാണ്. ഈ അഭ്യാസം ചെയ്യണം. വരദാനം: സമയത്തിന്റെയും സങ്കല്പത്തിന്റെയും ഖജനാവിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കുന്ന കോടി മടങ്ങ് പതിയായി ഭവിക്കട്ടെ. ധാരാളം ഖജനാക്കളുണ്ടെങ്കിലും സമയത്തിന്റെയും സങ്കല്പത്തിന്റെയും ഖജനാക്കളിൽ വിശേഷ ശ്രദ്ധ നൽകൂ. ഓരോ സമയവും സങ്കല്പം ശ്രേഷ്ഠവും ശുഭവുമാണെങ്കിൽ സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിക്കുന്നു. ഈ സമയം 1 മടങ്ങ് ശേഖരിക്കുകയാണെങ്കിൽ 10 മടങ്ങ് ലഭിക്കുന്നു. 1 കോടി മടങ്ങ് ലഭിക്കുന്നതിന്റെ ബാങ്കാണ്. അതിനാൽ എന്തു തന്നെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും, തപസ് ചെയ്യേണ്ടതായി വന്നാലും, വിനയത്തോടെ നിൽക്കേണ്ടി വന്നാലും, എന്തു തന്നെ സംഭവിച്ചാലും ഈ 2 ഖജനാക്കളിൽ ശ്രദ്ധ നൽകുകയാണെങ്കിൽ കോടി മടങ്ങ് പതിയായി മാറാം. സ്ലോഗൻ: മനോബലത്തോടെ സേവനം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രാപ്തി പല മടങ്ങ് കൂടുതൽ ലഭിക്കുന്നു. ഓം ശാന്തി. Shanti